ജയൻ എന്ന് പറയുന്ന മഹാനായ നടൻ നിന്റെ അച്ഛനാണ് പറഞ്ഞു നടക്കുന്ന നീ ഉണ്ടല്ലോ, നിന്നോടാണ് എനിക്ക് 10 വാക്ക് പറയാനുള്ളത്. ജയൻ നിന്റെ തന്തയല്ല എന്ന് പറയുന്ന എല്ലാവരും തന്തയ്ക്ക് പറക്കാത്തവനെന്ന് നീ പറഞ്ഞല്ലോ. ഞാനും നിന്നോട് പറയാണ്, ജയൻ എന്ന് പറയുന്ന ആ മഹാഭക്തിയുടെ മകനല്ല നീ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാണ്. അന്തരിച്ച നടൻ ജയന്റെ മകനെന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന മുരളി ജയൻ എന്ന വ്യക്തിക്കെതിരെ ജയന്റെ കുടുംബവും അയൽവാസികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കാണാം അവരുടെ പ്രതിഷേധം. ജയൻ സാറിന്റെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഓലക്കടവിലെ അടുത്തുള്ള അയൽവാസിയാണ് ഞാനും കേട്ടോ. എനിക്കറിയാം ജയൻ സാറിനെ കുറിച്ച്. എന്റെ 13 വയസ്സിൽ ഞാൻ കണ്ടതാ എന്റെ ജയൻ സാറിനെ. അവിടെ ഒരു പ്രതിമ വെച്ച പ്രതിമയെ വരെ നീ അപമാനിച്ചു. എന്താ അറിയോ, ആ പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഞാനൊരു ഫോട്ടോ പോലും എടുക്കത്തില്ല. കാരണം ആ പ്രതിമ ഉണ്ടാക്കിയ ആ വ്യക്തിയെ പോലും നീ അപമാനിച്ചവനാ നീ. 1981 ആ പ്രതിമ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ച ഒരു പ്രതിമയാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ആരുടെയും തറവാടൊന്നുമല്ല. റോഡ് സൈഡിലാണ് ജയൻ സാറിന്റെ പ്രതിമ ഇരിക്കുന്നത്. അവിടെ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ പോയി മാലയിട്ടിട്ടുണ്ട്. അറിയോ, നീ മാല ഇടാനല്ലാണ്ട് നീ അതിന്റെ അടുത്ത് പോലും നിനക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീ അച്ഛന്റെ പണ്ടത്തെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് ഇതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് നീ നടക്കുന്നല്ലോ. നിന്റെ അച്ഛനെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നീ ലോകത്തെ എല്ലാവരുടെയും അപമാനിക്കുന്ന രീതിയിലാണ് നിന്റെ വർത്താനം. കാരണം തന്തയ്ക്ക് നീ പച്ചയ്ക്ക് വിളിച്ച് നിനക്ക് ആരാടോ, എപ്പോഴാണ് നിനക്ക് കോട്ട് കിട്ടിയത്? എപ്പോഴാണ് നിനക്ക് പോളിംഗ് ക്ലാസ് കിട്ടിയത്? എപ്പോഴാണ് നീ രംഗത്ത് വന്നത്? ഈ 3 മാസത്തിനുള്ളിലല്ലേ പരസ്യമായിട്ട് തന്തയ്ക്ക്. ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് നീ പരക്കെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഈ നാട്ടിൽ ആരും നിന്നെ പ്രതികരിച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്നോട് ചോദിക്കുന്നത്. നീ ജയൻ സാറിന്റെ മകനല്ല. നിന്റെ അച്ഛന്റെ ഇൻഷ്യൽ എന്താണ്? നിന്റെ ഇൻഷ്യൽ എന്താണ്? നീ എന്നാണ് ജയൻ? നീ ജില്ലാ ആശുപത്രി പ്രസവിച്ചു എന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്റെ അച്ഛന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ ഐഡന്റി കാർഡുണ്ടോ? നീ രേഖകളൊക്കെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തിട്ട് വേണം തന്തയ്ക്ക് വിളിക്കുക. അല്ലാതെ മര്യാദ കെട്ട വർത്താനം പറയരുത്. നീ പറഞ്ഞാൽ വിവരം അറിയും. എങ്ങനെയാടാ നിന്റെ അച്ഛൻ ജയനാവുന്നത്? നിന്റെ അച്ഛൻ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ മകനാണ്, അദ്ദേഹം വെളിപ്പെടുത്തണം. അദ്ദേഹം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനം അംഗീകരിക്കുള്ളൂ ഇതെന്റെ അച്ഛൻ ആണ് അല്ലെങ്കിൽ എന്റെ മകനാണെന്നുള്ള അദ്ദേഹം പറയണം. പറയാണ്ട് നീ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ച് ആത്മാവിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ അത് ശരിയല്ല. ഞങ്ങളുടെ നെഞ്ചത്ത് ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന ഒരു മഹാവ്യക്തിയാണ് ജയൻ സാറ്. ഇപ്പോഴും മരിക്കാത്ത, മനസ്സിൽ നിന്ന് മരിക്കാത്ത ഒരു മഹാവ്യക്തിയാണ് ജയൻ സാറ്. ആ സാറിനെ നിന്റെ അമ്മ പറഞ്ഞു എന്താണെന്നറിയാവോ? മോനെ, അച്ഛൻ സിനിമയിലൊക്കെ വരികയാണ്, പ്രശസ്തി എടുക്കുകയാണ്, നമ്മൾ ഇതിനൊന്നും നിൽക്കണം. ഇപ്പൊ എന്തിനാണ് നീ കോട്ട് വിട്ട് വന്നത്? നീ എന്തിനു വന്നോ? ഇതാരാണ് നിന്നെ കൊണ്ടുവന്നത്? നീ വെളിപ്പെടുത്താൻ നിയമപരമായിട്ട് വെളിപ്പെടുത്തി ഞങ്ങളോട് മുമ്പിൽ കൊണ്ടുവരും. ജയൻ സാർ പറയാത്ത കാലം വരെയും നീ ഈ കേരള മണ്ണിൽ ജയന്റെ മകനല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ആർട്ടിസ്റ്റിന്റെ വേഷം കെട്ടി കടന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ അഭിമാനിക്കല്ല. അവരൊക്കെ അത് ചെയ്യാനുള്ള ആ മനസ്സിന്റെ ഉടമകളാണ് അവർ ആഹാരത്തിനുള്ളിൽ ചെയ്യുന്നത്. അത് ഓക്കെ, ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞാൽ എംജിആർ സാറിന്റെ വേഷം കെട്ടി ജീവിക്കുന്നവരുണ്ട്, ജയൻ സാറിന്റെ വേഷം കെട്ടി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ എത്ര പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ പറഞ്ഞല്ലോ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ വിത്ത് വെച്ചിട്ടാണ് നടക്കുന്നതാണ്. നിനക്കെന്താ മണ്ടയില് വെളിവില്ലേ? ഇല്ലേ? മണ്ടയിൽ മുടിയില്ലാത്തവന് വെളിവില്ലാത്തവനാ. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ. നീ പറഞ്ഞു പിന്നെ ഒരു ഫോട്ടോ കാണിച്ചത് കഷന്റിയാണ് ജയൻ സാറെന്ന് അല്ലേ? നീ ആരെയൊക്കെ അപമാനിക്കാത്തത്? ലോകത്തുള്ള എല്ലാ മഹാനടന്മാർ, നാളെ നിന്നെ പോലുള്ളവന്മാരുണ്ടെങ്കിൽ നാളെ മോഹൻലാൽ സാറിനുണ്ടെന്ന് പറയും, മമ്മൂട്ടി സാറിനുണ്ടെന്ന് പറയും, ലോകത്തുള്ളവർ എല്ലാവരും ഇതേപോലെ അഭിഹിത ബന്ധ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. തെറ്റാണ്. ഇങ്ങനെയുള്ളവരെ പുറം ലോകത്ത് പ്രതികരിച്ചില്ലെങ്കിലുണ്ടല്ലോ അത് ഏറ്റവും വലിയ മോശത്തരമാണ്. നിന്റെ അടുത്ത് എന്ത് തെളിവാ ഉള്ളത്? ജയൻ സാറിന്റെ കുടുംബം നിന്നെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവർ പ്രതികരിച്ചിരിക്കും. കാരണം അവർ പുറത്തു വരണം. കാരണം ഇങ്ങനെ ആ കുടുംബത്തെയും ഇത്രയും മഹാനായ ഒരു നടനെയും ഇത്രയും ഇവൻ അപമാനിക്കാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തതെന്നുള്ളത് അവിടുത്തെ മലയാളികളും അതേപോലെ കൊല്ലം ജില്ലയിലെ ജയനെ അറിയുന്നവര് എല്ലാവരും ഇവനെ പുറലോകത്ത് കൊണ്ടുവരണം. ഇവൻ ആരാന്നുള്ള അറിഞ്ഞേ തീരുവോള്. എല്ലാവരും മുമ്പിൽ ഇവൻ കൈ ചുരുട്ടിയിട്ടുള്ള വേഷം കെട്ടലൊന്നും നമ്മളടുത്ത് നടക്കില്ല. ഇതിനൊക്കെ നല്ലത് പോയി പണിയെടുത്ത് ജീവിക്കും. ഇനി നീ ഇതുപോലെ വല്ല പാരയുമായിട്ട് വന്നാൽ ഇതിനേക്കാൾ വലിയ പണി ഞാൻ തരും. അതിനകത്ത് ഒരു സംശയം വേണ്ട കേട്ടോ. നിനക്കറിയാമല്ലോ കൊല്ലം കണ്ട ഇല്ലം വേണ്ടാന്ന് അറിയാവുന്നതാണല്ലോ. അപ്പോൾ നീ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ജനിച്ചത്. പറഞ്ഞില്ലേ, പരക്ക നാട്ടിൽ അപമാനിക്കുന്ന കാര്യമായിട്ട് നീ വന്നാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാനിത് വെല്ലുവിളിച്ച് പറയാം.